ഹായ് ഫ്രണ്ട്സ്, സുനിൽ അഗ്രിടെക്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നേന്ത്രവാഴ കൃഷിയില്ലേ അത് ലാഭകരമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ വാഴക്കൃഷി ചെയ്യുമ്പോൾ പുതുതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പിടികിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് ചെറിയ രീതിയിൽ വാഴ എന്നുള്ള ക്രമത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പല വീഡിയോകളും കാണാറുണ്ട്. അപ്പോൾ അതിലുള്ള വളപ്രയോഗങ്ങളൊക്കെ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നുള്ള സംശയം തോന്നാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 500 ഗ്രാം വളമൊക്കെ ഒരു പ്രാവശ്യം ഇടണം എന്നൊക്കെ പറയുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ കുഴി എടുക്കുക, അതിൻ്റെ അകത്ത് ജൈവവളങ്ങൾ കുറേ ഇടുക, അതിനുശേഷം വാഴ ഇടുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമുക്കതിന് ലാഭം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ നമ്മൾ അടുക്കളത്തോട്ടത്തിലൊക്കെ വാഴ കൃഷി ചെയ്യാറുണ്ടാവുമായിരിക്കും. ഒരു 5-6 വാഴയൊക്കെ നമ്മൾ നടാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്. ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ട് ചാരമൊക്കെ ഇട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു നമ്മുടെ വീട്ടിലേക്ക് സ്വന്തം ആവശ്യത്തിന് നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ കൃഷി എന്ന രീതിയിൽ നമ്മൾ കുറച്ച് ലാഭം കിട്ടണമല്ലോ. കൃഷി ചെയ്യുമ്പോൾ ലാഭം കിട്ടണം, എന്നാലേ നമുക്ക് വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു 100 രൂപ മുടക്കി കൃഷി ചെയ്തിട്ട് 100 രൂപ തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ കൃഷിയോടുള്ള താല്പര്യം ഉണ്ടാവണമെങ്കിൽ എന്താണെന്ന് നമുക്ക് ഒരു 100 രൂപ മുടക്കി കഴിഞ്ഞാൽ 200 രൂപയോ 250 രൂപയോ കിട്ടിയാലെങ്കിലും ആണെങ്കിൽ നമുക്കതിനെ കൊണ്ട് പിന്നെയും ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ആദ്യത്തെ വർഷം ഒരു രസത്തിന് നമ്മളൊരു 50 വാഴ കൃഷി ചെയ്തു. അപ്പോൾ അതിന് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 6000 രൂപ മുടക്കി കഴിഞ്ഞപ്പോൾ 25000 രൂപയുടെ കൊല വെട്ടാൻ പറ്റി. വലിയ വലിയ കൊലകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി, വീണ്ടും ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം വന്നു. അപ്പോൾ കൂടാതെ നമുക്ക് വേറെയും പല കൃഷികൾ ചെയ്യണം എന്നുള്ള താല്പര്യം വന്നു. നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ നമ്മൾ വേറെയും കൃഷി ചെയ്യണം എന്നുള്ള താല്പര്യം നമ്മളിലുണ്ടായി. അങ്ങനെ നമ്മൾ ഇഞ്ചി ചെയ്യാൻ തുടങ്ങി, ഇഞ്ചി ചെറിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ PVC പൈപ്പിൽ കുരുമുളക് കയറ്റാൻ തുടങ്ങി. അങ്ങനെയുള്ള പലതരത്തിലുള്ള കൃഷികളിലേക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടായി. അപ്പോൾ ആദ്യം നമ്മൾ ആ കൃഷി ചെയ്തത് വാഴക്കൃഷിയിലായിരുന്നു തുടങ്ങിയത്. അപ്പോൾ വാഴക്കൃഷി 50 എണ്ണം ചെയ്തു. 50 എണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞാൽ 25000 രൂപ കിട്ടി. അപ്പോൾ ഒരു 18,000-19,000 രൂപ നമുക്ക് ലാഭം കിട്ടി. ലാഭം കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വർഷവും നമ്മൾ 50 എന്നുള്ള 60 വാഴയാക്കി. 60 വാഴ ചെയ്തപ്പോൾ അതുപോലെ തന്നെ റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അപ്പം നമ്മൾ മൂന്നാമത്തെ വർഷത്തിലേക്ക് കിടന്നപ്പോൾ 100 വാഴ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ വയലിലാണ് കൃഷി ചെയ്തത്, ഒരു 50 വാഴ ചെയ്തത്. ഇപ്പം നമ്മൾ മൂന്നാം വർഷം കിടന്നു കഴിഞ്ഞപ്പോൾ 60 വാഴ വയലിലും വെക്കാൻ തുടങ്ങി. ഒരു 50 വാഴേൻ്റെ അടുത്ത് നമ്മൾ കരയിലും വെച്ചു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വെക്കാനുള്ള താല്പര്യം വന്നത്, ചെയ്യാനുള്ള താല്പര്യം വന്നത്, കൃഷി കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായി വന്നത്. അപ്പോൾ അത് പുതുതായിട്ട് കൃഷി ചെയ്യുന്നവർ ഇതുപോലെ കുറച്ച് വാഴ ആദ്യം നട്ടു നോക്കുക, അത് നല്ല രീതിയിൽ പരിചരിച്ച് നോക്കുക. അപ്പോൾ അതിന് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും അത് കൂടുതലായിട്ട് ചെയ്യാൻ തോന്നും. അതല്ലാണ്ട് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കുറേ വാഴ, ഒരു 500 വാഴ 1000 വാഴ കൃഷി ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ യൂട്യൂബിലെ വീഡിയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞറിഞ്ഞ് കേട്ടില്ല ആ ഒരു അറിവ് മാത്രം വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ ഒരു 50 കന്ന് നമ്മൾ ഇറക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളത് വേറെ കന്നില്ലായിരുന്നു. അപ്പോൾ വാഴക്കന്ന് നമ്മൾ ഇറക്കി, 50 കന്ന് ഇറക്കി. 50 കന്ന് ഇറക്കിയതിന് ശേഷം നമ്മളത് മരുന്ന് മുക്കി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു 5-6 കന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ അടുത്ത് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചാണകത്തിൻ്റെ ഇത് കുഴമ്പ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് മുക്കിയിട്ട് 5 ദിവസം വെയിലത്ത് വെച്ച് അതിനുശേഷം നമ്മൾ തണലത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ നടാറുള്ളത്. പക്ഷെ ഇത് നമ്മൾ കൃഷിയായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല, അതുപോലെ ചെയ്യാനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് നമ്മൾ വേറൊരു മെത്തേഡാണ് നമ്മൾ കൃഷിയായിട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വാഴക്കന്ന് കൊണ്ടുവന്നു, അത് എടുത്തു വെച്ചു. അത് എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഒരു മരുന്ന് മേടിക്കുന്നു. അസറ്റാപ്പ് എന്ന് പറഞ്ഞ മരുന്ന് നമ്മൾ രാസവളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ആ മരുന്ന് നമ്മൾ ഒരു പൊടി പോലത്തെ ഇതാണ്. അത് നമ്മൾ എന്താക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുന്നു. അപ്പോൾ നമ്മുടെ വാഴ വിത്തിനനുസരിച്ച് ഇപ്പോൾ 50 വാഴയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഡ്രമ്മിൽ നമുക്ക് മുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ പൊടി ഇട്ടു, വെള്ളം കലക്കി, അതിനുശേഷം വാഴക്കന്ന് ഒരു അരമണിക്കൂർ അതിനകത്ത് മുക്കി വെക്കുന്നു. മുക്കി വെച്ചതിന് ശേഷം എടുത്ത് പുറത്ത് വെക്കുന്നു. അപ്പോൾ നമുക്കൊരു 50 കന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 20 കന്ന് മുക്കുന്നു, പിന്നെ അതിനുശേഷം രണ്ടാമത് 20 കന്ന് വെക്കുന്നു, പിന്നെ ഒരു 10 കന്ന് മുക്കുന്നു. മുക്കിയിട്ട്
മാറ്റി വെക്കുന്നു. വച്ചതിന് ശേഷം നമ്മൾ നടാനുള്ള സ്ഥലം നമ്മൾ ഒരുക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ മരുന്നരിച്ചിട്ട് കരിച്ച് കളയുന്നു. അതല്ലെങ്കിൽ നമുക്കത് കിളച്ച് മറിച്ചിടാം. അപ്പം നമ്മൾ സ്ഥലം എപ്പോഴും നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മൾ ആദ്യം ഒന്ന് കിളച്ച് മറിച്ചിടുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഴയ്ക്ക് വേരോട്ടം ശരിയായ രീതിയിൽ കിട്ടാൻ നമ്മൾ ഉറച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ പറ്റില്ല. അപ്പോൾ നമ്മൾ കിളച്ച് മറിച്ചിടുന്നു. അതിനുശേഷം നമുക്കിപ്പോൾ വയലിലാണെങ്കിൽ നമ്മൾ ചാലൊക്കെ കോരി വൃത്തിയാക്കുന്നു. ചാലൊക്കെ കോരി കഴിഞ്ഞാൽ വെള്ളത്തിന് നീർവാർച്ചയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ചാലൊക്കെ കോരി റെഡിയാക്കുന്നു. അതേസമയം കരപ്രദേശത്താണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ വീഡിയോയിലൊക്കെ പലതും കണ്ടിട്ടുണ്ട്, 2 അടി വീതിയുള്ള കുഴി പിന്നെ കുഴിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ അകത്ത് കുറേ പിന്നെ പച്ചിലയും പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഴക്കന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ തടഭാഗം ഉണ്ടല്ലോ, ആ തടഭാഗം പിന്നെ മണ്ണിൽ മൂടുന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെക്കുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ചാണകപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ ഇടുക, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മളെ രീതിയിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ വാഴക്കന്ന് വെക്കുന്നു, ചെരിച്ച് വെക്കുന്നു, അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടുന്നു. മൂടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു പിടി അല്ലെങ്കിൽ 1.5 പിടി പിന്നെ കുമ്മായ എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് കയറി കൊടുക്കുന്നു. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വാഴക്കന്ന് നടുന്ന പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വലിയ കുഴിയൊക്കെ എടുത്തിട്ട് നടുമ്പോൾ നമുക്ക് 1000 വാഴയൊക്കെ നടണമെങ്കിൽ പിന്നെ പണിക്കൂലി തന്നെ നല്ലൊരു ഇത് വരും. കാരണം ഇപ്പോഴത്തെ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു 50 വാഴ നടുമ്പോൾ നമുക്ക് സ്വന്തം നടാൻ പറ്റും. ഈ ഒരു മെത്തേഡിൽ നമുക്ക് നടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നടാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറിയൊരു കുഴി എടുക്കുന്നു, അതിൻ്റെ അകത്ത് വാഴക്കൊന്ന് ചെരിച്ച് വെക്കുന്നു, മൂടുന്നു, കുമ്മായ ഇടുന്നു, പരിപാടി കഴിഞ്ഞു. നമ്മളെ വാഴക്കൊന്ന് നട്ട് കഴിഞ്ഞു. ഇനി നമ്മളൊരു 30 ദിവസം കഴിയുമ്പോഴാണ് നമ്മളുടെ ഫസ്റ്റ് വളം എന്താണെന്ന് വെച്ചിട്ട് കൊടുക്കുന്നത്. വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഫോസ്ഫേറ്റ് വളങ്ങളിടും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 16 എന്ന് പറയുന്ന രാസവളം കിട്ടും, അല്ലെങ്കിൽ 18 എന്ന് പറഞ്ഞ രാസവളം കിട്ടും. അതിലേതെങ്കിലും നമ്മൾ 3 പ്രാവശ്യം, ആദ്യത്തെ 3 പ്രാവശ്യം ഒറ്റ വളം തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെച്ചാൽ 50 വാഴ ഉണ്ടെങ്കിൽ ഒരു 10 കിലോ വളമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അതായത് 200 ഗ്രാം എന്ന രീതിയിലാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 10 കിലോ വളം മേടിച്ചു കഴിഞ്ഞാൽ 50 വാഴക്കായി, 100 വാഴക്കാണെങ്കിൽ 20 കിലോ വളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ആ വളം നമുക്ക് 3 പ്രാവശ്യം, ഞാൻ പറഞ്ഞല്ലോ ഒരുപോലത്തെ വളം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യത്തേക്കും ഒന്നിച്ച് വളം മേടിക്കാൻ പറ്റും. അപ്പോൾ 16 ആണെങ്കിൽ ഇപ്പോൾ 50 വാഴയാണെങ്കിൽ നമ്മൾ 30 കിലോ വളം മേടിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യത്തെ വളം നമുക്ക് അവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം അതിൻ്റെ അകത്ത് 10 കിലോ എടുക്കുന്നു, 200 ഗ്രാം വളം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ പിന്നെ വിട്ടിട്ട് നമ്മളിങ്ങനെ റൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ കോഴിവളമാണ് ഉപയോഗിക്കുന്നത്. ഈ കോഴിവളം നമുക്ക് ഫാമുകളിലൊക്കെ കോഴിവളം കിട്ടാനുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇറക്കാനും കിട്ടും. അപ്പോൾ കോഴിവളം നമ്മൾ ഒരു 2 ചാക്ക് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഇടാനുള്ള കോഴിവളമായി. ഏകദേശം നമുക്കിവിടെ ഈ കോഴിവളം നമ്മളെ കാപ്പിത്തൊണ്ട് വരുന്ന കോഴിവളമാണ് കിട്ടിയത്. അപ്പോൾ കാപ്പിത്തൊണ്ട് ഇരുന്ന കോഴിവളത്തിന് നമുക്ക് ഒരു ചാക്കിന് 150 രൂപയാണ് വരുന്നത്. അപ്പോൾ 2 ചാക്ക് മേടിച്ചാൽ 300 രൂപയെ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ 300 രൂപയ്ക്ക് ഉള്ള ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 പിടി വെച്ച് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് വിട്ടിട്ട് നമ്മൾ 3 പിടി നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ 2 കൈ കൊണ്ടും 3 പിടി അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുറ്റിലും കുറച്ച് വിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുന്നു. ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണ് പുല്ലും എല്ലാം കൂടി ചെത്തി അതിൻ്റെ മുകളിലേക്ക് കയറ്റുന്നു. കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയത്ത് ആണ് ഇടുന്നതെങ്കിൽ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ നമ്മൾ നല്ലതുപോലെ നനച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ കോഴിവെള്ളം ഇതിൻ്റെ ചുവട്ടിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വാഴയ്ക്ക് ഒരു കരിച്ചിൽ പോലെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു 4-5 ദിവസം നല്ല പോലെ നനച്ചു കൊടുക്കണം. നല്ലതുപോലെ നനച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴ പെട്ടെന്ന് അടിച്ചങ്ങ് കയറുന്ന കാണാം നമുക്ക്. അത് സാധാരണ നമ്മൾ ചാണകം പിന്നെ ഇത് എല്ലുപൊടിയും വേപ്പ് മണ്ണൊക്കെ ഇട്ടിട്ട് നടുന്ന പോലെയല്ല. ഇതിന് ഒരു പ്രത്യേക കരുത്തോടു കൂടി ഇതിൻ്റെ ആ കൂമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഇതായിട്ടാണ് വരിക. അങ്ങനെ കയറി വരും, പെട്ടെന്ന് വലുതാവും. അപ്പോൾ നമ്മൾ അടുത്ത 30ാമത്തെ ദിവസം നമ്മൾ 2ാമത്തെ വളം ഈ സെയിം ഇതിൽ തന്നെ ഉപയോഗിക്കുന്നു. കോഴിവളം പ്ലസ് ഈ 16 200 ഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ 2 വളത്തിൽ നമ്മൾ കോഴിവളം ചേർക്കുന്നുണ്ട്. പിന്നെ 3ാമത്തെ വളത്തിൽ നമ്മൾ വെറും വളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ 2 വളം ഇങ്ങനെ ഉപയോഗിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത വളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്